10 മണി വരെയായിരുന്നു അവരുടെ പെർമിഷൻ ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ സംഘാടകരോട് വളരെ വ്യക്തമായിട്ട് ഇവർ നേരത്തെ വന്നപ്പോഴും നമ്മൾ പറഞ്ഞതാണ് 10 മണി വരെ പ്രോഗ്രാമുകൾ. പ്രത്യേകിച്ചും ഈ അൽഷിഫ പോലെയുള്ള ഒരു ഹോസ്പിറ്റലൊക്കെ അടുത്തുള്ള സമയത്ത് 10 മണിക്ക് ശേഷം അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട്. ടൗൺ പൊല്യൂഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതിയിലൊക്കെ നല്ല വിധികൾ ഉണ്ട്, ഓർഡറുകളുണ്ട്. 10 മണിക്ക് ശേഷം പരിപാടി നടത്താൻ പറ്റിയിരുന്നു. അപ്പോൾ സംഘാടകർ നമ്മളോട് പറഞ്ഞിരുന്നു 9:30 ആകുമ്പോൾ പരിപാടി നിർത്തും, 9:30-9:45 മാക്സിമം പ്രോഗ്രാം നിർത്തും, അതിനുശേഷമുള്ള ആൾക്കാർ പോകും. അപ്പോൾ നമ്മൾ പറഞ്ഞാണ് ഇത്രയും നിർത്തും എന്നുള്ള അവരുടെ ഒരു വിശ്വാസത്തിന് പുറത്താണ്. അതിനുശേഷം ഈ പ്രോഗ്രാം നിർത്താതെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 9:25 ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു പ്രോഗ്രാം നിർത്തണം എന്ന് പറഞ്ഞു. അതിനുശേഷം പ്രോഗ്രാം നിർത്തിയില്ല. അത് കഴിഞ്ഞിട്ട് 10:06 പിന്നെയും വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം 10:10 പിന്നെയും വിളിച്ചു. അതിനുശേഷമാണ് ഞാൻ അവിടെ ചെന്നിട്ട് പ്രോഗ്രാം നിർത്തണമെന്ന് പറഞ്ഞു. പ്രോഗ്രാം നിർത്തണമെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന പോലെ 3 മിനിറ്റ് അല്ല താമസം, 10:20 അവരുടെ പ്രോഗ്രാം നിർത്തി. അതിനുശേഷം അവർ ഡയറക്ഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് മൈക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ അത് എന്നാ വെച്ച് കഴിഞ്ഞാൽ അത്രയും 10-25,000 ആളുകൾ വരുന്ന സ്ഥലത്ത് കുറച്ച് ഡയറക്ഷൻ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളത് അനുവദിച്ചു ഡയറക്ഷൻ. അതിനുശേഷം തിരിച്ചിറങ്ങി പോരുമ്പോഴത്തേക്ക് ഒരാൾ, ഒരു 50 വയസ്സുള്ള ഒരാൾ ഞങ്ങൾ വീഡിയോ എടുക്കണം. അദ്ദേഹം അപ്പുറേ ഉണ്ടായിരുന്നു. ആ വീഡിയോ എടുത്തിരുന്നു. വീഡിയോ എടുത്തിട്ട് ഞാൻ വീഡിയോയിൽ തന്നെ കാണാം. ഞങ്ങളിങ്ങനെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ചിരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഒരു സ്വാഭാവികമായിട്ട് നമ്മൾ തിരിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത്രയും പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു രീതിയിൽ ചിരിച്ചു. അല്ലാതെ അത് കളിയാക്കിയതോ അല്ലെങ്കിൽ വേറെ മോശമായിട്ട് ആക്രോശിച്ചതോ ഒന്നുമല്ല. അത് ആ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു പ്രതികരണമാണ്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അതിനുശേഷം അവരുടെ ടൗണിലെ ബ്ലോക്ക് കഴിഞ്ഞ് ഏകദേശം 1:30 മണിക്ക് തുടങ്ങി. അവർ പറയുന്നത് പോലെ ഇത്രയും ആളുകൾ വന്നിട്ട് ട്രാഫിക് ബ്ലോക്ക് ഇല്ലായിരുന്നു എന്ന് പറയുന്നതൊക്കെ തെറ്റാണ്. കാരണം DYSP സാർ സഹിതം രാത്രി 11 മണിക്കാണ് ട്രാഫിക്കിൽ നിന്ന് കയറിയത്. ഞങ്ങളുടെ പോലീസുകാരാണെങ്കിലും അവരുടെ വോളണ്ടിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ വോളണ്ടിയേഴ്സ് അല്ല ട്രാഫിക്കുകൾ ലോ ആൻഡ് ഓർഡർ നോക്കുന്നത്. പിന്നെ അത് പോലീസ് തന്നെ ചെയ്തു. പോലീസുകാരെല്ലാം 1:30 ഏകദേശം 1 മണി 1:30 ടൗണിലെ ബ്ലോക്ക് തീർന്നു. അവരുടെ വണ്ടികൾ അവരുടെ വോളണ്ടിയേഴ്സ് തന്നെ വിളിച്ചിട്ട് വണ്ടി അങ്ങോട്ട് വിടണം, വണ്ടി ഇങ്ങോട്ട് വിടണം എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ അവർക്ക് അനുകൂലമായിട്ട് ചെയ്തു കൊടുക്കും. അപ്പം അങ്ങനെ ഉണ്ടായ ഒരു കാര്യമാണ്. അതിൽ ഇത്രയും ഭയങ്കര അത് സർക്കാരിനെതിരാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവരോട് നിർത്താൻ പറഞ്ഞു. എന്നിട്ടും നമ്മൾ കുറച്ച് ആനുകൂല്യം അവർക്ക് കൊടുത്തു. അപ്പം അങ്ങനെ നമ്മളൊരു മാനുഷികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു. അപ്പം പക്ഷെ അത് വേറൊരു രീതിയിൽ പോലീസിനെതിരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആയുധമാക്കിയതാണ്. അപ്പം നമ്മൾ എന്താ പറയുക, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. നമ്മൾ പോകുന്നപ്പോഴത്തേക്കുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണം അത് മാത്രമാണ് എന്താ പറയുക വീഡിയോയിൽ കാണുന്നത്. അത് വേറെ ഒന്നും അതിൽ വേറെയുള്ള കാര്യങ്ങളൊന്നും